അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെന്റൽ ചികിത്സ ഇപ്പോൾ കൊച്ചി തോപ്പുംപടിയിൽ ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ്. പല്ല് നിരയാക്കാൻ ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട. ക്ലിയർ അലൈനർ ധരിക്കൂ, പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ. കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ, കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, എക്സ്ട്രാക്ഷൻ, സ്കെയിലിംഗ്, റെസ്റ്റോറേഷൻസ്, ഓർത്തോഡോണ്ടിക്സ്, ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ്, പോസ്റ്റ് ആൻഡ് കോർ ബിൽഡപ്പ്, dental trauma care, dental fixing, crown fixing, dentures, dental implants, dental venous, tooth whitening എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ. അതും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ 47ാമത് ജനറൽ അസംബ്ലി ഇടക്കൊച്ചി ആൽഫ പാസ്റ്റൽ സെന്ററിൽ ആരംഭിച്ചു. കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ 47ാമത് ജനറൽ അസംബ്ലി ഇടക്കൊച്ചി ആൽഫ പാസ്റ്റൽ സെന്ററിൽ ആരംഭിച്ചു. ജൂബിലി നിറവിൽ നവീകരണവും മുന്നേറ്റവും എന്നതാണ് ഈ വർഷത്തെ അസംബ്ലിയുടെ മുഖ്യ പ്രമേയം. രാവിലെ 9:30 പതാക ഉയർത്തലോടെയാണ് അസംബ്ലി നടപടികൾ ആരംഭിച്ചത്. KRLCBC, KCBC, KRLCC പ്രസിഡന്റുമായ റവറൻഡ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ലത്തീൻ സഭയെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ നല്ല മനസ്സ് എപ്പോഴും ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വിവിധ രൂപതകളിലെ ക്രീമി ലെയറിൽപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. അറിവുകൊണ്ടും അതിനുള്ള എല്ലാ കാര്യങ്ങളും ആധ്യാത്മിക കൊണ്ടും ഒക്കെ ഓരോ രൂപതയിലും പ്രഗത്ഭരായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. ആ പ്രഗത്ഭരായ ആളുകളെയാണ് ഡെലഗേറ്റ്സ് ആയിട്ട് ഈ അസംബ്ലിയിലേക്ക് പറഞ്ഞു വിട്ടതെന്നുള്ള അറിവ് നമ്മളെല്ലാവരെയും വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് വരവ് നമ്മുടെ സഭയെ വളർത്തുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും സഭാമക്കളിലേക്ക് കടന്നു ചെന്ന് അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുവാനുള്ള ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. കുറെ നാളായിട്ട് പലരും വാഗ്ദാനം ചെയ്യുണ്ടായി. ആ കടൽ ഭിത്തി ഇന്നും കെട്ടിയിട്ടില്ല. അതേസമയത്ത് ആദ്യം കെട്ടിയ ഭിത്തി വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ആ ചെല്ലാനം മുതലുള്ള കടൽ ഭിത്തി വളരെ അർജന്റായി തന്നെ പണിതുണ്ടാക്കണമെന്ന് പ്രത്യേകമായ അദ്ദേഹത്തോട് നിങ്ങൾ എല്ലാവരും പേരിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നം, നമ്മളുടെ സഹോദരങ്ങൾ മുനമ്പത്ത് വളരെയധികം കഷ്ടത അനുഭവിക്കുന്നവരാണ്. ആ മുനമ്പം പ്രശ്നത്തിൽ ഈ ഫിഷറീസ് മന്ത്രി ഇടപെട്ട് അനുരഞ്ജന മാർഗത്തിലൂടെ ആ പ്രശ്നം പരിഹരിക്കണമെന്നും ഞാൻ പ്രത്യേകം ഈ സമയത്ത് അദ്ദേഹത്തോട് പറയുകയാണ്. ഒരു കാര്യം മാത്രം ഈ സമയത്ത് ഞാൻ പറയുന്നു. ഞങ്ങൾ ഇവിടെ 12 രൂപതകളുണ്ട്. അതുപോലെ ധാരാളം മെത്രാന്മാരുണ്ട്, ധാരാളം മനുഷ്യരുണ്ട്. ഞങ്ങളെയൊക്കെ തഴഞ്ഞു കളയരുതെന്ന് പ്രത്യേകമായിട്ട് അങ്ങയോട് അപേക്ഷിക്കുകയാണ്. അങ്ങയുടെ കണ്ണുകൾ, അങ്ങയുടെ കരങ്ങൾ, അങ്ങയുടെ ഹൃദയം ഞങ്ങളുടെ ജനങ്ങളിലേക്ക് പ്രത്യേകം തിരിക്കണമെന്ന് ഈ സമയത്ത് നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുകയാണ്. ഉദ്ഘാടന സമ്മേളനം ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരികവും ആത്മീയവും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരവുമായ മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന
ഒരു സഭയാണ്. വിവിധ മേഖലകളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാവരുമായി യോജിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സഭയാണ് ലത്തീൻ സഭ. ഇപ്പോൾ ഫിഷറീസ് മന്ത്രി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇടപഴകുന്നതും ലത്തീൻ സഭയുമായിട്ടാണ്. കാരണം മത്സ്യത്തൊഴിലാളികളുടെ വിവിധ വിഷയങ്ങളിൽ അവർക്ക് വേണ്ടി അവരുടെ ശബ്ദമായിക്കൊണ്ട് മുമ്പിൽ നിൽക്കുന്നതും ലത്തീൻ സഭയാണ്. ഞാൻ മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം തിരുവനന്തപുരത്ത് വിവിധ മേഖലകൾ സന്ദർശിക്കാൻ ഇടയുണ്ടായി. ബഹുമാനപ്പെട്ട യൂജിൻ അച്ഛനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ വിവിധ മേഖലകളിൽ അവിടുത്തെ അച്ഛന്മാരുമായി വികാരിമാരുമായും അതുപോലെ തന്നെ ഫെറോന വികാരിയും ഒക്കെയായി ഈ വിഷയങ്ങൾ സംസാരിക്കാനും ഇടപഴകാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെ അവസരം ലഭിക്കുകയുണ്ട്. നമ്മൾ മോഡേണൈസേഷൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ധനം. ഈ ഇന്ധനം നമുക്ക് LPGയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടന്നു വരികയാണ്. അങ്ങനെ വന്നാൽ 60% ലാഭം, ആ ഇന്ധനത്തിന്റെ ലാഭം മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. വലിയ വ്യത്യാസം ഉണ്ടാകാൻ സാധിക്കും. അത് എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഭാരമില്ലാതെ എങ്ങനെ അത് നടപ്പാക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മോഡേണൈസേഷൻ പദ്ധതി വരികയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിൽ അവരുടെ സമ്പാദ്യത്തെ അല്ലെങ്കിൽ അവരുടെ സമ്പാദന ശേഷിയെ വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പിതാവ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഏത് വിഷയമുണ്ടായാലും ന്യായമായ എല്ലാ ആവശ്യങ്ങളും ലത്തീൻ സഭ ഉന്നയിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിഗണിക്കാൻ ഗവൺമെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും മുമ്പോട്ട് പോവുക എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഒരു പാപ്പയുടെ വാക്കുകൾ ബഹുമാനപ്പെട്ട പിതാവിലൂടെ ഉദ്ധരിച്ചു. ഡീവെപ്പണൈസ് വേർഡ്സ് ആൻഡ് ക്രിയേറ്റ് എ വേൾഡ് ഓഫ് ഹാർമണി. ആ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് വാക്കുകളെ നിരാവിധീകരിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. അത് പ്രത്യേകമായി വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രൊവിഷൻ നമുക്ക് അതിലൂടെ തരികയുണ്ടായി. അതുപോലെ തന്നെ ഇൻഷുറൻസ് തുകയുടെ വർധനവ്, അതിന്റെ പരിഷ്കരണം, അത് നമ്മൾ കുറെ നാളുകളായി ആവശ്യപ്പെടുന്ന കാര്യമായിരുന്നു. അതും ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് അനുവദിച്ച് തന്നു. അതുപോലെ തന്നെ മുന്നറിയിപ്പ്, കാലാവസ്ഥാ മുന്നറിയിപ്പ് കൊണ്ട് കടലിൽ പോകാൻ സാധിക്കാതെ വരുമ്പോൾ കോമ്പൻസേഷൻ കൊടുക്കുന്ന അതും ഈ സപ്ലൈനിൽ ഉൾപ്പെടുത്തി നമുക്ക് തരികയുണ്ടായി. അതുപോലെ തന്നെയാണ് മണ്ണെണ്ണ. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇന്ധനം എന്ന് പറയുന്നത് മണ്ണെണ്ണയാണ്. അതിന്റെ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അപ്പൊ അങ്ങനെ വിവിധ മേഖലകളിൽ മത്സ്യത്തൊഴിലാളികൾ കുറച്ച് നാളുകളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അധികാരത്തിൽ വന്ന ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ഒരു സബ് പ്ലാനായിട്ട് നമുക്ക് അനുവദിച്ചു തന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രത്തോളം ഗൗരവമായി ഈ വിഷയങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയങ്ങളൊക്കെ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെങ്കിലും ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ള നിലയിൽ നമ്മൾ സന്ദർശിച്ച ശേഷം ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം അത് വളരെ ഗൗരവമായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് ഇടപെടണമെന്നും അതിലെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നും അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അത് അദ്ദേഹം മനസ്സിൽ ഉൾക്കൊണ്ടാണ് പറഞ്ഞത് എന്ന് നമുക്ക് നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റ് വന്നപ്പോഴാണ് മനസ്സിലായത്. കാരണം വളരെ കാലത്തെ പല ആവശ്യങ്ങൾ നമ്മൾ എപ്പോഴും ഉന്നയിക്കാറുണ്ട്. ഉന്നയിക്കുന്ന കാര്യങ്ങൾ നടത്തുവാനായിട്ടുള്ള അതിനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് പലപ്പോഴും ലഭിക്കാറില്ല. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് SC/ST ശേഷം മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസിന് വേണ്ടിയിട്ട്
ബഡ്ജറ്റിൽ ഒരു സബ് പ്ലാൻ അവതരിപ്പിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അപ്പൊ എത്രത്തോളം മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഗവൺമെന്റ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് അതിനൊരു തെളിവാണ്. ആ സബ് പ്ലാനിലാണ് നമ്മൾ വളരെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പ്രത്യേകമായ ഭവന പദ്ധതി. മുമ്പ് നമുക്ക് പ്രത്യേകമായ കൊച്ചി രൂപതാമെത്രാൻ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദീപക് ജോയി MLA ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് എന്നിവർ സംസാരിച്ചു. KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ചൂട് യോഗത്തിൽ സ്വാഗതവും സെക്രട്ടറി മെറ്റിൽഡ മൈക്കൽ നന്ദിയും രേഖപ്പെടുത്തി. 3 ദിവസങ്ങളിലായി നടക്കുന്ന അസംബ്ലിയിൽ ലത്തീൻ സമുദായത്തിന്റെ ഭാവി നവീകരണത്തെയും മുന്നേറ്റങ്ങളെയും കുറിച്ചുള്ള വിപുലമായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അസംബ്ലി ജൂലൈ 12 ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.